നമസ്കാരം. സെൽഫി എടുക്കാം, പക്ഷേ അത് സമയവും സന്ദർഭവും നോക്കിയാവണം. നമ്മളിപ്പോൾ ആരാധനയോടെ നോക്കിക്കാണുന്ന ഒരു സിനിമാ താരത്തെ കാണുമ്പോൾ അവരോടൊപ്പം നിന്ന് ഒരു സെൽഫി എടുക്കാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ ആ സമയത്തെ സാഹചര്യം മനസ്സിലാക്കി വേണം നമ്മൾ അതിന് മുതിരുവാൻ. ഇത് പറയുവാനുള്ള കാരണം നമുക്കെല്ലാം പ്രിയപ്പെട്ട സിനിമ മിമിക്രി താരമാണ് കലാഭവൻ നവാസ്. അദ്ദേഹത്തിൻ്റെ വേർപാട് നമ്മെയെല്ലാം വളരെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവമായിരുന്നു. നവാസിനെ അവസാനമായി കാണുവാൻ ജയസൂര്യ വന്നപ്പോൾ ഒരാൾ ജയസൂര്യയുടെ മുൻപിൽ നിന്ന് സെൽഫി എടുക്കുവാൻ ശ്രമിക്കുന്നതും ജയസൂര്യ വല്ലാതെ അയാളെ നോക്കുന്നതും നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെയായിരുന്നു നവാസിൻ്റെ മരണത്തിനെത്തിയ സായ്കുമാർ ആരോടോ സംസാരിച്ചു നിൽക്കുമ്പോൾ സായ്കുമാറിൻ്റെ മുഖത്ത് കൊണ്ട് ചെന്ന് മൊബൈൽ വയ്ക്കുന്നതും സായ്കുമാർ മൊബൈൽ തട്ടി മാറ്റുന്നതും നമ്മൾ കണ്ടതാണ്. ഇതിനാണ് പറയുന്നത് സമയവും സന്ദർഭവും നോക്കിയാവണം ഇത്തരത്തിലുള്ള സെൽഫി എടുക്കേണ്ടത്. വർഷങ്ങളായി കൂടെ സഹകരിച്ച സഹപ്രവർത്തകൻ്റെ വേർപാടിൽ ദുഃഖിച്ചു നിൽക്കുന്ന മാനസിക അവസ്ഥയിൽ അവരുടെ മുഖത്ത് കൊണ്ട് ചെന്ന് സെൽഫി എടുക്കുന്നതിനെ എന്താണ് നമ്മൾ പറയുക? ചിലരാണെങ്കിൽ ആ അവസ്ഥയിൽ മൊബൈൽ പിടിച്ചു വാങ്ങി ദൂരെ വലിച്ചെറിയുകയും ചെയ്യും. സെൽഫി പ്രേമികളോട് ഇതൊക്കെ കാണുമ്പോൾ ഒന്ന് മാത്രമേ പറയുവാനുള്ളൂ. മനുഷ്യൻ പല സാഹചര്യത്തിൽ പലതരം മാനസികാവസ്ഥയിലായിരിക്കും നിൽക്കുന്നത്. അത് മനസ്സിലാക്കി പെരുമാറുക, അതാണ് മനുഷ്യത്വവും.